ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ അറിയാം. 1. സംശയാസ്പദമായ ഇടപാടുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അക്കൗണ്ട് ഉടമയ്ക്ക് മുൻകൂർ നോട്ടീസ് നൽകാതെ തന്നെ ബാങ്കിന് അക്കൗണ്ട് മരവിപ്പിക്കാം. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച അന്നേ ദിവസം തന്നെ SMS മുഖേനയോ രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേനയോ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള കാരണം അക്കൗണ്ട് ഉടമയെ ബാങ്ക് അറിയിച്ചിരിക്കണം. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വിവരവും അതിനുള്ള കാരണങ്ങളും ബാങ്ക് സ്ഥിതി ചെയ്യുന്ന അധികാരപരിധിയിൽ വരുന്ന സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും RBI നിർദ്ദേശിച്ചിട്ടുള്ള മറ്റ് അധികാര സ്ഥാപനങ്ങളെയും അറിയിച്ചിരിക്കണം. അക്കൗണ്ട് മരവിപ്പിക്കാൻ ബാങ്ക് നൽകുന്ന കാരണങ്ങളെ സംബന്ധിച്ച് അക്കൗണ്ട് ഉടമയ്ക്ക് ബാങ്കിന് വിശദീകരണം നൽകാവുന്നതും അപ്രകാരം നൽകുന്ന വിശദീകരണം ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധിച്ച് അതിന്മേൽ ഉത്തരവ് അക്കൗണ്ട് ഉടമയെ അറിയിക്കേണ്ടതുമാണ്. അക്കൗണ്ട് ഉടമ നൽകുന്ന വിശദീകരണം തൃപ്തികരമെങ്കിൽ അക്കൗണ്ട് ഉടനെ തന്നെ ഡീഫ്രീസ് ചെയ്യേണ്ടതാണ്. അക്കൗണ്ട് ഉടമയിൽ നിന്ന് വിശദീകരണം ലഭിച്ചില്ലെങ്കിലോ അക്കൗണ്ട് ഉടമ സമർപ്പിച്ച വിശദീകരണം ബാങ്കിന് തൃപ്തികരമല്ലെങ്കിലോ മുകളിൽ പറഞ്ഞ അധികാരികൾക്ക് ഫ്രീസിംഗ് അറിയിപ്പ് നൽകിയ അവസാന തീയതി മുതൽ 3 മാസത്തേക്ക് ബാങ്കിന് അക്കൗണ്ട് മരവിപ്പിക്കുന്നത് തുടരാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വിവരം അറിയിച്ച ഏതെങ്കിലും അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കിന് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവ് ലഭിച്ചാൽ ആ ഉത്തരവ് ബാങ്ക് പാലിക്കേണ്ടതും അപ്രകാരം ലഭിച്ച ഉത്തരവ് അക്കൗണ്ട് ഉടമയെ അറിയിക്കേണ്ടതുമാണ്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച വിവരം അറിയിച്ച അധികാര സ്ഥാപനങ്ങളിൽ നിന്നും 3 മാസത്തിനുള്ളിൽ യാതൊരു മറുപടിയും ലഭിച്ചില്ലെങ്കിൽ അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യേണ്ടതും അക്കൗണ്ടിലെ മുഴുവൻ തുകയും ഉപയോഗിക്കുവാൻ അക്കൗണ്ട് ഉടമയെ അനുവദിക്കേണ്ടതുമാണ്. ഏതെങ്കിലും കാരണവശാൽ പോലീസ് ആവശ്യപ്പെടുന്ന പ്രകാരമാണ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നത് എങ്കിൽ ഈ കാര്യം സെക്ഷൻ 106 BNS പ്രകാരം പോലീസിന്റെ അധികാരപരിധിയിലുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ക്രിമിനൽ കുറ്റകൃത്യത്തിന് സ്ഥിരമായി ഉപയോഗിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അക്കൗണ്ട് പൂർണ്ണമായി മരവിപ്പിക്കാൻ പാടുള്ളതല്ല. ബാങ്ക് അക്കൗണ്ട് ഉടമ നൽകിയ വിശദീകരണം ബാങ്ക് അന്യായമായി തള്ളിയാൽ ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. ദ ലോ സേസ് ഒരു നിയമസഹായ സ്ഥാപനമാണ്. നിയമസഹായവുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.